മഞ്ജുവും ദിലീപും വീണ്ടും ഒന്നിക്കുന്നു, അതും പത്മസരോവരത്തിൽ വെച്ച്. ഈ വാർത്ത കേട്ട് മലയാളികളൊന്ന് അമ്പരന്നു. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഈ വാർത്തയെക്കുറിച്ച് പിന്നീട് പ്രേക്ഷകർ അറിഞ്ഞ സത്യാവസ്ഥ വളരെ ആശ്ചര്യമുളവാക്കുന്നതായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. ദിലീപ് നൽകിയ ഒരു അഭിമുഖമാണ് ഇതിനെല്ലാം കാരണമായത്. കുടുംബവിശേഷങ്ങളടക്കം ദിലീപ് കഴിഞ്ഞ ദിവസം അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു. മുൻപൊക്കെ അഭിമുഖങ്ങൾ നൽകുമ്പോൾ ദിലീപ് വാചാലനായിരുന്നത് കാവ്യ മാധവനെയും മഹാലക്ഷ്മിയെയും മീനാക്ഷിയെയും കുറിച്ചായിരുന്നു. പക്ഷേ ഇത്തവണ ദിലീപ് അഭിമുഖം നൽകിയപ്പോൾ കൂടുതലായി സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയായ മഞ്ജുവിനെ കുറിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അഭിമുഖത്തിലെ പല വിഷയങ്ങളും വീണ്ടും വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത്. ഇപ്പോഴിതാ അത്തരത്തിൽ ദിലീപ് പറഞ്ഞ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കേസ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ദിലീപ് എന്ന വ്യക്തി വിഷമിക്കാറുണ്ടോ എന്നായിരുന്നു അവതാരകന്റെ ഒരു ചോദ്യം. ഇതിന് നടൻ നൽകിയ മറുപടിയാണ് ശ്രദ്ധേയമായത്. എന്ത് പ്രശ്നം വരുമ്പോഴും നമുക്ക് അതിൻ്റേതായ വിഷമങ്ങൾ ഉണ്ടല്ലോ. കോടതിയിൽ നടക്കുന്ന വിഷയമായതിനാൽ കൂടുതൽ എനിക്കിതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയില്ല. സത്യം പുറത്തു വരാനായി നിയമയുദ്ധം നടത്തുകയാണ്. ദൈവം അനുഗ്രഹിച്ച് പ്രേക്ഷകരുടെ പ്രാർത്ഥനയുണ്ട്. സിനിമ എന്ന് പറഞ്ഞ് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ആഗ്രഹിച്ച കാലമുണ്ടായിരുന്നു. പക്ഷെ ദൈവം വാരിക്കോരി തന്നു. ഈ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ ചില മെസ്സേജുകൾ സംസാരിക്കുമെന്ന് പറയില്ലേ. പല വിഷമങ്ങൾ വരുമ്പോഴും വൈ മീ എന്ന് ഞാൻ ചോദിക്കും. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടത് എന്ന്. നമുക്ക് സമയദോഷമൊക്കെയാണ് അതിൽ കാണുന്നത്. അങ്ങനെ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ഫോണിൽ ഒരു മെസ്സേജ്. അതിൻ്റെ ക്യാപ്ഷൻ ഇതാണ്, വൈ മീ എന്ന്. ഞാൻ ഇത് കണ്ടയുടൻ ഓപ്പൺ ചെയ്തു. നിനക്ക് നന്മയും സന്തോഷവും വന്ന കാലത്ത് ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് നിന്നെ തിരഞ്ഞ് നിനക്ക് നല്ല കാര്യങ്ങൾ നടന്നപ്പോൾ നീ എപ്പോഴെങ്കിലും വൈ മീ എന്നെന്നോട് ചോദിച്ചോ? എന്തുകൊണ്ടാണ് ഇത്രയും പേർ നിൽക്കുമ്പോൾ എന്നെ മാത്രം തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചിട്ടില്ല. പക്ഷേ ഒരു സങ്കടം നിനക്ക് സംഭവിക്കുമ്പോൾ അത് ചോദിക്കാൻ നിനക്ക് അവകാശമില്ല. അത് നീ ചോദിച്ചിരുന്നെങ്കിൽ ഇതും നിനക്ക് ചോദിക്കാം. പ്രാർത്ഥനയോടെ നീ ആ നിമിഷം കടന്നു പോവുക. സന്തോഷവും സങ്കടവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്ന് പറയും പോലെ അത് ഫേസ് ചെയ്യുക. സത്യത്തിലും ഈശ്വരനിലും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ് ഞാൻ. നമുക്ക് ആരോടും വൈരാഗ്യവും പരാതികളും ഒന്നുമില്ല. നമ്മുടെ സമയദോഷം ദിലീപ് വ്യക്തമാക്കി. പക്ഷേ ആരാണ് ആ മെസ്സേജ് അയച്ചതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയതുമില്ല. ഇത് മഞ്ജുവിൻ്റെ ആശ്വാസവാക്കുകളായിരിക്കുമോ എന്ന് ചില പ്രേക്ഷകർ കമൻറ്റുകളായി ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണതെന്ന് ചിലർ മറുപടിയും കൊടുക്കുന്നുണ്ട്. പിന്നീട് ദിലീപ് സംസാരിച്ചത് മഞ്ജുവിനെ പറ്റിയായിരുന്നു. മഞ്ജു വാര്യരുമായിട്ടുള്ള ഒരു സിനിമ ഭാവിയിൽ പ്രതീക്ഷിക്കാമോ എന്നായിരുന്നു അവതാരകൻ ചോദിച്ചത്. അങ്ങനെയുള്ള വേഷങ്ങളൊന്നും വന്നിട്ടില്ല, വരട്ടെ, അപ്പോൾ ആലോചിക്കാമെന്നും ദിലീപ് വ്യക്തമാക്കി. ദിലീപിൻ്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇരുവരും വീണ്ടും ഒന്നിക്കുന്നു എന്ന രീതിയിൽ പ്രചരിക്കുന്നതും.